ഇടവണ്ണ സസ്യ മിനി സൂപ്പർ മാർക്കറ്റ് ഏതാണ്ട് ഇവിടെ തുറന്നിട്ടുണ്ട്. അവിടെ നല്ല ഏത്തപ്പഴമുണ്ട്, ചെറിയ പഴമുണ്ട്, പച്ചക്കറിയൊക്കെ. ചേട്ടോയ് ഇന്നുണ്ട്. പേരെന്താ? രാവിലെ തുറന്നു. രാവിലെ 7 മണിക്ക് തുറന്നു. നല്ല ഏത്തപ്പഴമാണോ? നല്ല ഏത്തപ്പഴം അടിപൊളിയാണ്. അടിപൊളിയാ. ഓക്കെ. അപ്പോൾ ഏത്തപ്പഴം ഒക്കെ ഇവിടെ കാര്യങ്ങളുണ്ട്. ഇവിടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആൾക്കാരൊക്കെ ഉണ്ട്. എന്താ പേരെന്താ? പേര് സാദിഖ് പറവൻ ബാപ്പുട്ടിയാണ്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടവണ്ണ യൂണിറ്റിന്റെ പ്രസിഡന്റ്, എറണാകുളം നിയോജകമണ്ഡലം പ്രസിഡന്റുമാണ്. വ്യാപാരികൾ ഹാപ്പിയാണോ? ഹാപ്പിയാണെങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഷയമാണ് പൊതുജനങ്ങൾക്കും വ്യാപാരിക്കും ഒന്ന് കാലിക്കറ്റ് കോഴിക്കോട് റോഡാണിത്. GMG റോഡാണ്. ഈ റോഡ് വളരെ സുരക്ഷിതമാണുള്ളത്. നിങ്ങൾക്ക് തന്നെ കാണാം. അവിടെ ഇടവണ്ണിയുടെ ഹൃദയഭാഗം ടൗണിൽ പോലും പൊളിഞ്ഞൊടിഞ്ഞ് അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിയാണ്. അത് പെട്ടെന്ന് പരിഹരിക്കാനും വ്യാപാരികൾ ഇന്ന് ഏറ്റവും വലിയ പ്രയാസപ്പെടുന്നത് പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ട് ഒരു മാനദണ്ഡമില്ലാതെ പ്ലാസ്റ്റിക് നിരോധിക്കുകയാണ്. ആ പ്ലാസ്റ്റിക് നിരോധനം വ്യാപാരികൾ 100% സ്വാഗതം ചെയ്യും. ഞങ്ങളെ സംഘടന സ്വാഗതം ചെയ്തിട്ട്. പക്ഷേ അതിനൊരു മാനദണ്ഡമില്ല. വെറുതെ അതായത് ചെറിയ കച്ചവടക്കാരെ പിരിഞ്ഞുകൊണ്ട് അതിനുള്ള ഫൈനിടുന്ന സംവിധാനം, ഇത് ഉൽപ്പാദനത്തിലുള്ളവർക്ക് തടയുക എന്നതാണ്. രണ്ടാമതുള്ള വിഷയം ഓൺലൈൻ സംവിധാനം. ഈ ചെറുകിട കച്ചവടക്കാർ കൂട്ടിപ്പിടിക്കാൻ ഇവിടുത്തെ നാട്ടുകാർ റെഡിയാണ്. കാരണം എന്ത് പ്രയാസം ഉണ്ടാകുമ്പം അതിന് മുൻപന്തിയിൽ വെക്കുന്ന നമ്മുടെ വ്യാപാരികളാണ്. നമുക്കറിയാം വയനാടിലെ ദുരന്തത്തിന് ബോധമാണ്. അതുമാത്രമല്ല പെട്ടെന്ന് തന്നെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ട് ഇവിടുത്തെ വ്യാപാരികൾ. നിങ്ങൾക്കറിയാം, ഒരു ഓണത്തിന് തുറന്നു വെച്ച തുണിക്കട ഫുൾ സാധനങ്ങൾ കൊടുത്ത വ്യാപാരികളാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഓൺലൈൻ കുത്തകയെ പരിചയപ്പെടുത്തിക്കൊണ്ട് വ്യാപാരിയുമായി സഹായിക്കണമെന്നാണ്. അപ്പോൾ ഓൺലൈനിൽ സാധനം മേടിക്കുന്നതിനൊപ്പം തന്നെ ഈ വ്യാപാരികളോട് സാധനം മേടിക്കണം എന്നുകൂടി പറയുകയാണ്. റോഡിനെ പറ്റിയാ പറഞ്ഞല്ലേ? റോഡിൽ ഗർത്തുണ്ട്. SBI ബാങ്കിന്റെ ഇടവണ്ണ ടൗണില് ഒരുപാട് അപകടങ്ങൾ ഇപ്പൊ പറഞ്ഞ ഗർത്തം. MLA ബ്യൂട്ടിഫിക്കേഷൻ നടത്തി 2016. നല്ല റോഡായിരുന്നു. അതിന്റെ ശേഷം വാട്ടർ സപ്ലൈന്റെ ഒരു പണി വന്നു, അത് പൊളിഞ്ഞു. അതിൽ വലിയ ഗർത്തായിട്ട് ബസ് സ്റ്റോപ്പിലാണ്, മഞ്ചേരി ഭാഗത്തേക്കോടെ ബസ് സ്റ്റോപ്പിൽ ആളുകൾ വന്നിട്ട് സ്ത്രീകളും കുട്ടികളൊക്കെ അതിൽ വീഴുക വെള്ളം. അപ്പൊ ഇടവണ്ണയിലെ പ്രശ്നം കൂടി പറയുകയായിരുന്നു ഇവർ വ്യാപാരികൾ. ഇടവണ്ണയിലെ പ്രശ്നം പറയുന്നത് അവിടെ വലിയ ഗർത്തമുണ്ട് എന്ന് പറയുന്നു.